നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ചിങ്ങം രാശിക്കാർ, ചിങ്ങലഗ്നക്കാർ ജൂൺ 2 തൊട്ട് കുറച്ച് സൂക്ഷിക്കുക. ഏകദേശം ഒരു വർഷം പ്രതികൂലമാണ് ശനിയും വ്യാഴവും. നിങ്ങൾക്കറിയാം, 2026 ജൂൺ 2 വെളുപ്പിന് 1:48 AM ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് ഹംസയോഗത്തോടുകൂടി വ്യാഴം രാശി മാറുകയാണ്. ഓക്കെ, ഇപ്പോൾ ജൂൺ 2 മുൻപ് ഇപ്പോൾ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അതിനുശേഷം 12ാം ഭാവത്തിലേക്ക്, അതായത് നഷ്ടസ്ഥാനത്തേക്ക്, അതായത് വ്യയസ്ഥാനത്തേക്ക് വ്യാഴം മാറുകയാണ് ചിങ്ങം രാശിക്കാർക്ക്. അതായത് മകം, പൂരം, ഉത്രം, ആദ്യപാദം. ഓക്കെ, ചിങ്ങം രാശിക്കാർക്ക് മാത്രമല്ല, ചിങ്ങ ലഗ്നക്കാർക്കും ഏതാണ്ട് തുല്യമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ കഴിവതും ജൂൺ 2 മുൻപ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഏകദേശം 2026 ജൂൺ 2 തൊട്ട് 2027 ഏകദേശം ജൂൺ 2 വരെ ഈ അവസ്ഥ തുടരും. അപ്പോൾ ഈ കാലയളവിൽ ശനിയും പ്രതികൂലമാണ്. അത് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയും കൂടിയാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ചൊവ്വ, സൂര്യൻ തുടങ്ങിയ ഗ്രഹങ്ങൾ അനിഷ്ടഭാവത്തിൽ വരുമ്പോൾ കൂടുതൽ ദോഷമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഞാൻ ഈ നമ്മൾ എല്ലാ ദിവസവും 2 ദിവസം കൂടുമ്പോൾ ഞാൻ ഇത് ദിനഫലങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് നമുക്ക് ദക്ഷിണ പോലെ ഞങ്ങളുടെ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. അതും നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആണെങ്കിൽ അതും ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. അപ്പോൾ അത് ദയവേത് ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ ബന്ധപ്പെടുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരം മറ്റൊന്നുമല്ല, ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. അതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ വ്യാഴാഴ്ച വ്രതമെടുത്ത് മഹാവിഷ്ണുവിന് തുളസിമാല ചാർത്താം. അതുപോലെ തന്നെ പാൽപായസം, പിന്നെ സഹസ്രനാമ അർച്ചന. അപ്പോൾ വ്യാഴാഴ്ച ദിവസം പൂർണ്ണമായിട്ടും സസ്യാഹാരം കഴിച്ച് നമ്മൾ വ്രതമെടുത്ത് പോവുക. അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ശിവന് ജലധാര, അയ്യപ്പന് നീരാഞ്ജനം, അതുപോലെ തന്നെ ശനിക്ക് എള്ളുവിളക്ക് അല്ലെങ്കിൽ അർച്ചന ഒക്കെ നടത്തുക. പിന്നെ ഈ ചൊവ്വയും സൂര്യനും പോലുള്ള പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് വരുമ്പോൾ കൂടുതൽ പ്രശ്നമാണ്. അത് മാത്രമല്ല, ഡിസംബർ 5 വരെ 7ാം ഭാവത്തിൽ പ്രതികൂലമാണ് സർപ്പം അഥവാ രാഹു കേതുക്കളും പ്രതികൂലമാണ് ഇപ്പോൾ. അപ്പോൾ ശനി, വ്യാഴം, സർപ്പം, ശിഖി, അതായത് ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന 4 ഗ്രഹങ്ങളും ഇപ്പോൾ ചിങ്ങരാശിക്ക് പ്രതികൂലമാവും ജൂൺ 2 മുതൽ. പിന്നെ ഡിസംബർ 5 ഒരു ആശ്വാസമുള്ളത്, സർപ്പം അഥവാ രാഹു 6ാം ഭാവത്തിലേക്ക് വരും. അത് അനുകൂലമാണ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഡിസംബർ 5 വരെയെങ്കിലും, 2026 ഡിസംബർ 5 വരെയെങ്കിലും, അതായത് സർപ്പം അഥവാ രാഹു അനുകൂലമായിട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് വരെയെങ്കിലും തീർച്ചയായിട്ടും അതീവ ശ്രദ്ധ നമ്മൾ
ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചൊവ്വയും സൂര്യനും പോലുള്ള പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് വരുമ്പോൾ കൂടുതൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് കഴിവതും ഇനിയുള്ള ഒരു വർഷക്കാലം നമ്മൾ ദയവേത് ഈശ്വര പ്രാർത്ഥന, മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യം നമുക്ക് മറികടക്കാൻ തന്നെ ആവും. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9847291363. അതുപോലെ തന്നെ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.